ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ വീണ്ടും ഒരു കർത്തൃമേശ ശുശ്രൂഷയുടെ മുമ്പാകെയായിരിക്കുന്നു. എല്ലാ കർത്തൃമേശ ശുശ്രൂഷയുടെ ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് ശോധന ചെയ്തുകൊണ്ട് യോഗ്യമായിട്ട് തന്നെ ഇതിൽ നിന്ന് പങ്കെടുക്കണം. അല്ല എങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കുവാൻ ഈ ദിവസം, പ്രത്യേകിച്ച് കർത്തൃമേശ ദിവസം, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. എപ്പോഴും നമ്മളെ തന്നെ പരിശോധിക്കണം എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകണം. എന്നാൽ കർത്തൃമേശ ശുശ്രൂഷയുടെ ദിവസം നമ്മളോട് കൃത്യമായിട്ട് ദൈവം പറയുന്നത്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് യോഗ്യമാണെന്നും ഇതിൽ നിന്ന് പങ്കെടുക്കുക. ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുന്നത്. ഇത് നമുക്ക് ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചോളം ഭൂമിയിൽ ജീവിക്കാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ഒറ്റ വാചകത്തിലുള്ള ഉത്തരം എന്താണ്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ പലരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർ എങ്ങനെ ജീവിക്കണമെന്നുള്ളതാണ്. അവർ അതന്നെ യേശുവിനെ പോലെ, യേശുവിനെ പോലെ ജീവിക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം പല വാക്യങ്ങളും നമുക്കറിയാം. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു വാക്യങ്ങൾ നമുക്ക് റോമാലയത്തിൽ 8:29 നമുക്കറിയാം. നമുക്ക് മുൻ നിയമിച്ചിരിക്കുന്നത് യേശുവിന്റെ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. 8:29 അല്ലേ? നമ്മൾ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുന്നതിന് മുൻ നിയമിച്ചിരിക്കുന്നു. അതെ, മുൻ നിയമിച്ചിരിക്കുന്നു. അത് ഒരു വാക്യം നമുക്ക് അങ്ങനെ കാണാം. അതുപോലെ ഫിലിപ്പിയർക്ക് പറയുന്നു, ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അത് നമുക്കറിയാവുന്ന നിങ്ങൾ എല്ലാ സ്വഭാവം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ യേശു ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് പറയുന്നു, അല്ലേ? 1 യോഹന്നാൻ എല്ലാവർക്കും അറിയാവുന്ന വാക്യം, നമ്മൾ എപ്പോഴും ഇടയ്ക്കൊക്കെ ചിന്തിക്കുന്ന വാക്യങ്ങൾ. 1 യോഹന്നാൻ 2:6 ഈ വാക്യങ്ങളെല്ലാം കാണിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ ചോദിച്ചപ്പോൾ യാതൊരു സംശയമില്ലാതെ പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ജീവിക്കേണ്ടത്, വീണ്ടെടുക്കുമ്പോൾ ജീവിക്കേണ്ടത് യേശുവിനെ പോലെയാണ്. അവൻ നടന്നതുപോലെയാണ്. അവന്റെ ഭാവം നിങ്ങളിലുണ്ടായിരിക്കുന്നു. അവന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടണം. ഇതൊക്കെ ദൈവത്തിലുള്ള കാര്യം തന്നെയാണ്. അതാണ് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സത്യമായിരിക്കുന്നു എന്നുള്ളത് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ നമ്മൾ അവനെപ്പോലെ ആയിത്തീരുന്നത് എന്നാണെന്ന് നമുക്കറിയാം. ദൈവത്തിലുണ്ട്. എന്താണ് നമ്മൾ വാസ്തവത്തിൽ അവനെപ്പോലെ പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെ ആയിത്തീരുന്നത് എന്നാണ്. അവന്റെ വരവെങ്കിൽ മാത്രം, കർത്താവിന്റെ വരവെങ്കിൽ മാത്രമേ നമ്മൾ അവനെപ്പോലെ ആയിത്തീരുന്നുള്ളൂ. എങ്കിൽ പിന്നെ നമ്മൾ അവനെപ്പോലെ അവന്റെ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ എല്ലാ ദിവസവും നടക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ വേറെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം അവരവരുടെ ജീവിതത്തിൽ, എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിൽ അവരെല്ലാ ദിവസവും ജീവിക്കുമ്പോൾ അവർ നിരന്തരം ഒരു മാനസാന്തരത്തിന്റെ, അനുതാപത്തിന്റെ, അല്ലെങ്കിൽ നിരന്തരമുള്ള ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ചിന്ത ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. എന്ത്? ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിക്കേണ്ടത് യേശുവിനെ പോലെയാണ്. അത് ആ വെളിച്ചത്തിൽ, ആ ചിന്തയോടുകൂടി നമ്മൾ നമ്മളെ തന്നെ നിരന്തരം പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ യേശുവിന്റെ സ്വഭാവത്തിൽ നിന്നുള്ള കുറവുള്ള കാര്യങ്ങളെ നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയുള്ളൂ. അത് കാണുമ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും അനുതാപത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. അതാണ് എന്റെ കാരണം. അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുള്ള ഈ ലക്ഷ്യം വെച്ചിട്ടുള്ളവരാണെങ്കിൽ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിലേക്ക്, അതിൽ ജീവിക്കണം. അത് കർത്താവിന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടണം. അതാണ് എന്റെ ലക്ഷ്യം. അത് മുൻപിൽ ഒരു ലക്ഷ്യമായിട്ട് വെച്ചിട്ടുള്ളവര് അവർ നിരന്തരം തങ്ങളെ തന്നെ ശോധന ചെയ്യും. ശോധന ചെയ്യുമ്പോൾ അവർ എന്ത് കണ്ടെത്തും? അതിന്റെ കുറവുകളെ കണ്ടെത്തും. നമ്മൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം, പൂർണ്ണമാകുന്നത് അന്ന് മാത്രമേ ഉള്ളെന്ന് അറിയാമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും ചില കാര്യങ്ങൾ മാനസാന്തരപ്പെടുവാനായിട്ടുണ്ടെന്നുള്ളത് അതിനകത്ത് യാതൊരു സംശയമില്ല. ആ ശോധന
നിരന്തരം നടക്കുന്നവരാണ് വാസ്തവത്തിൽ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവർ. നമ്മൾ എവിടെയെങ്കിലും വന്ന് നിന്ന് ഓരോ ദിവസവും ഇന്ന് എനിക്കൊന്നും ഇല്ല എന്ന് ചിന്തിച്ചാൽ അവരുടെ വിചാരം എന്തായി? അവര് യേശുവിനെ പോലെ ആയി എന്നാണ്. അത് വാസ്തവത്തിൽ ദൈവവചനത്തിന് നേരെ വിരുദ്ധവും അതൊരു വലിയ ദൈവനിന്ദയമാണെന്ന് ഓർക്കണം. നമുക്കിന്ന് മാനസാന്തരപ്പെടാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ കർത്താവിനെ പോലെ ഇപ്പോഴേ ആയി കഴിഞ്ഞു എന്ന് പറയുകയാണ്. അത് ദൈവനിന്ദയാണ്. മാനസാന്തരത്തിന്റെ ഒരു അനുഭവം ഒരു ദിവസമെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ എനിക്കിന്ന് അനുഭവിക്കാനൊന്നും ഇല്ല എന്നൊരാൾക്ക് പറയുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അത് തികഞ്ഞവനാണെന്നുള്ള വലിയൊരു നിന്ദയാണെന്ന് ഓർക്കുക, ദൈവനിന്ദയാണെന്ന് ഓർക്കുക. കേവലം ഒരു തെറ്റായിട്ട് അത് ഭയങ്കരമായിട്ടൊരു ഗുരുതരമായിട്ടൊരു വീഴ്ചയായിട്ട് നമ്മൾ അതിനെ കാണണം. ഇനിയുള്ളവരെ നമുക്ക് ഈ കാലം നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. ക്രിസ്തുവിന്റെ സ്വഭാവത്തേക്ക് അനുരൂപപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് ചില സ്ഥലത്തെങ്കിലും ചില ഭാഗങ്ങളിലെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. നമുക്ക് കർത്താവിന്റെ ദിവ്യസ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും, ഒരുപാട് വചന ഭാഗങ്ങൾ നമുക്ക് എടുത്ത് വെച്ച് ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ. പക്ഷെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവവചനത്തിലെ കർത്താവ് തന്റെ വാക്കിൽ പറഞ്ഞു, അല്ലാതെയും ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ പോലെ ആകുക എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം, ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ പറയാം. സന്ധ്യ ഒഴിച്ച് ബാക്കിയുള്ളവരോട് ചോദിക്കാം. സന്ധ്യ പോയി പറയണ്ട, ബാക്കിയുള്ളവരോട് ചോദിക്കാം. ആദ്യത്തെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. അതുപോലെ അതിന്റെ പാറ്റേണില്ല ആ മാതൃകയിൽ വേറെയും പല വചനങ്ങളുണ്ട്. കർത്താവ് പറയുന്നു. ഒരു ഉദാഹരണം ഞാൻ ആദ്യത്തെ ഒരു എണ്ണം പറയാം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്താ? ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഭാഗം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അവിടെ കർത്താവ് എടുത്തു പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ അപ്പൊ ഇത് മാതൃക പറയുന്നു. അങ്ങനെ മാതൃക പറയുന്ന പോലെ വേറെ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരെയും ചോദ്യമായിട്ട് ചോദിക്കാൻ പറയണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത് നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ കാര്യം ഇത് തന്നെ നോക്കാം. ഇത് ഒന്നാമത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ആ കൽപ്പന ഇതുപോലെ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്കിഷ്ടം മറ്റത് മാത്രം പറയാനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, അല്ലേ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, അത് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ബാക്കിയുള്ള പറയാം, ഞാൻ ആരെ സ്നേഹിച്ചതുപോലെ, നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അതെന്താണ് അതിന്റെ അർത്ഥം? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എങ്ങനെയാണ് കർത്താവ് സ്നേഹിച്ചത്? കർത്താവിന്റെ സ്നേഹം എന്തായിരുന്നു? ഉപാധികളില്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം. ആ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതുപോലെ സ്വന്തം ജീവനെ കൊടുത്ത സ്നേഹം. ജീവനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി മരിക്കുന്ന ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്ത് ത്യാഗവും സഹിക്കുവാൻ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് നഷ്ടവും സഹിക്കുവാൻ തക്കവണ്ണം മറ്റൊരാളെ സ്നേഹിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടോ? ഇത് ഹൃദയത്തിന്റെ ഒരു അവസ്ഥയും കൂടിയാണ്. നമ്മൾ ഈ പ്രകടമാകുന്നത് പുറമേയുള്ളതിനേക്കാൾ നമ്മുടെ മനോഭാവത്തിലാണ് ഇരിക്കുന്നതെല്ലാം. കർത്താവിന്റെ ദൈവ സ്വഭാവം കൂടുതൽ നമ്മുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്, മനോഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതെ, കർത്താവിന്റെ സ്നേഹം എന്തായിരുന്നു? ജീവനെ കൊടുത്ത സ്നേഹം, ഒരു കണ്ടീഷനുമില്ലാത്ത സ്നേഹം. അതിനേക്കാൾ കൂടുതൽ തന്നെ വെറുക്കുന്നവരെ, തന്നെ ഉപദ്രവിക്കുന്നവരെ, ശത്രുവിനെ സ്നേഹിച്ച സ്നേഹം. അതാണ് നമ്മൾ കാണേണ്ടത്. ആ സ്നേഹം നമുക്കുണ്ടോ? നമ്മളെല്ലാവരും അങ്ങോട്ടും കൊണ്ട് സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് ഇച്ചിരിയെങ്കിലും ഒരു ചെറിയ വിഷമമുള്ളവരോട് പോലും നമുക്ക് സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. എന്നെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തവരോട് എനിക്ക് അത്രയേ ഉള്ളൂ എൻ്റെ ഇഷ്ടം. എന്നെ അത്ര മൈൻഡ് ചെയ്യാത്തവരോട് എനിക്കും അത്രയേ ഉള്ളൂ അടുപ്പം. അല്ലേ? സ്നേഹം അങ്ങനെയാണോ? ആരോടായി ചോദിക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരോടാണ് ഇത് ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നത് അങ്ങനെയാണെന്ന് ധൈര്യമായിട്ടൊന്ന് പറയുക. അങ്ങനെയാ? ശരിയാ. അത് പറയാനാണോ നമ്മളെ വിളിച്ചിരിക്കുന്നത്? ചോദിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നവരെ മൈൻഡ് ചെയ്യും. ശരിയാ, മൈൻഡ് ചെയ്യും. അങ്ങനെയുള്ളൂ എന്നങ്ങ് സമ്മതിക്കുക ധൈര്യമായിട്ട്. അപ്പൊ ഞാൻ ഈ സംശയം തോന്നിയത്, ആരോടായി ചോദിക്കുന്നതെന്ന്? രക്ഷിക്കപ്പെട്ടവരോടല്ലേ ചോദിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ധൈര്യമായിട്ട് പറയുന്നതിന് ഒത്തിരി അപകടമുണ്ട്.
നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കണം. അതെ, കർത്താവ് ശത്രുവിനെ സ്നേഹിക്കുന്നുള്ളത് നമ്മളാണെങ്കിൽ ഈ എങ്ങനെയാണെന്നുള്ളൊരു ഇത് മത്തായിയുടെ സുവിശേഷത്തിലാണ് ആ ഇത്. യൂദാ വരുമ്പോൾ കർത്താവ് വിളിക്കുന്ന വിളി സ്നേഹിത. ആരെയാ ചോദിച്ചത്? ഒറ്റിക്കൊടുത്തത് എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ കൂടെ ഇത്രയും ദിവസം നടന്നിട്ട് അവസാനം ഒറ്റിക്കൊടുക്കാൻ പോകുന്നെന്ന് കർത്താവ് അറിഞ്ഞിട്ടുണ്ടോ? അറിയാതെ അല്ലല്ലോ വിളിച്ചത്. നമുക്കറിയാം നമ്മുടെ കൂടെ ഈ ഇത്രയും നാൾ സ്നേഹിതനായിട്ട് നടന്നിട്ട് നമ്മളെ ചതിക്കാൻ പോകുന്ന ഒരുത്തം വന്ന് നമ്മളോട് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ വിളിക്കുവോ? ചിലപ്പം നാടകീയമായിട്ട് വിളിക്കാം. ഒരു അഭിനയത്തിൽ കാപട്യത്തിൽ ചിലപ്പോൾ വിളിക്കുമായിരിക്കും. ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇത് കേൾക്കുന്നുണ്ട് ചിലപ്പോൾ പറയാം ഇനി അങ്ങനെ വിളിക്കണമായിരിക്കും അല്ലേ, എന്നാ പിന്നെ അങ്ങനെ വിളിച്ചേക്കാം. അങ്ങനെയല്ല, ഹൃദയത്തിൽ നിന്ന് ആ ശത്രുവിനെ എന്നെ കൊല്ലാനുള്ള പദ്ധതിയുമായിട്ട് വരുന്നവർക്ക് എന്നെ കാണിച്ചു കൊടുക്കാൻ വരുന്ന ഇവനെ കർത്താവിന് യാതൊരു മടിയില്ലാതെ വിളിച്ചത് സ്നേഹിത. ഇതാണ് ശത്രുവിനെ സ്നേഹിച്ച സ്നേഹം. നമ്മുടെ സ്നേഹം എവിടെ ഇരിക്കുന്നു നമ്മൾ പരിശോധിക്കണം. ഇവിടെ നമ്മൾ ആ അളവിലേക്ക് എത്തുന്നത് കർത്താവിൻ്റെ വരവിൽ മാത്രമാണ്. പക്ഷെ അതൊന്നും നിരാശപ്പെടേണ്ട. നമുക്ക് അതിലേക്ക് വളരെ നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പാഠങ്ങളിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ശത്രുവിനെ നമ്മളിപ്പോൾ നമ്മളെ ഇച്ചിരി ഇഷ്ടമില്ലാത്ത ആളെ നമ്മളുടെ ഇഷ്ടം എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നമ്മുടെ അയൽവക്കക്കാരനോടുള്ള നമ്മുടെ മനോഭാവം എന്താണെന്ന് പരിശോധിക്കാം. വേണ്ട അയൽവക്കക്കാരൻ വേണ്ട, നമ്മുടെ കൂട്ടു സഹോദരി സഹോദരന്മാരോട് എല്ലാവരോടും ഒരുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. എല്ലാവരോടും ഒരേ മനോഭാവത്തിൽ തിരിച്ചു പെരുമാറാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. സ്നേഹം വെറുതെ വാക്കിലല്ല, അത് നമ്മുടെ മനോഭാവത്തിൽ പ്രവർത്തിക്കുകയും വെളിവായി വരേണ്ടതാണെന്നുള്ളത് തിരിച്ചറിയാം. ഒരു കാര്യം കണ്ടു. ഇനി ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സന്ധ്യമല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ പറ. കർത്താവ് പറയുന്നത് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളും അങ്ങനെ ആകുവിനെന്ന് പറഞ്ഞ വേറെ ചില വേദഭാഗങ്ങൾ ആരുടെയെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ പറയാം. ഇനിയൊരു 4 കൂടെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ എൻ്റെ ബുദ്ധിയിലൊന്നുമല്ല, കൺകോർഡൻസ് ഒക്കെ നോക്കി അല്ലെങ്കിൽ വേറെ ചില നേരത്തെ ഇത് ചെയ്ത് റെഫർ ചെയ്തത് നോക്കി ആ അധ്യായത്തിൽ തന്നെ ആ അധ്യായത്തിൽ തന്നെയാണോ? ഏത് വാക്യം പറ. യോഹന്നാൻ അതെ, അതൊരു ഇതാണ്. നമുക്കതെടുക്കാം. യോഹന്നാൻ 13:14 കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. നമ്മളിപ്പോൾ എടുത്ത അധ്യായത്തിൽ തന്നെയാണ്. 13:14 നേരത്തെ വായിച്ചത്. 13 എത്രയായിരുന്നു? 34 അതിന് 13:14 അവിടെ അത് വായിക്കാം. കാല് കഴുകിയെങ്കിൽ വീണ്ടും ഒരു മാതൃക കാണിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെങ്കിൽ. കാല് കഴുകുക എന്നുള്ളതല്ല ഇവിടെ. എന്താണ് നമ്മൾ അങ്ങോട്ട് കൊണ്ട് വന്നുകൊണ്ട് എല്ലാവരും കാല് കഴുകുക എന്നുള്ളതിന് അപ്പുറമായിട്ട് അവിടെ എന്താണ് ആ മനോഭാവം? തമ്മിൽ ശുശ്രൂഷിക്കുക. തമ്മിലുള്ള കാൽ കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ശുശ്രൂഷിക്കുവാനുള്ള, തമ്മിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ദാസന്റെ ഭാവം. അതല്ലേ നമ്മൾ ഒരു പാട്ടിലൊക്കെ പറയുന്നത്, ദാസനെ പോലെ സേവനം ചെയ്യുവാൻ. സെർവൻ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ദാസനെ പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള മനോഭാവമാണ് ഒരു ക്രിസ്ത്യാനിയുടെ സ്വഭാവം എന്ന് കർത്താവിൻ്റെ സ്വഭാവം അതിനോട് അനുഭവപ്പെടുമ്പോൾ നമ്മൾ പഠിക്കണം. എന്നാണ് നമ്മളെല്ലാവരും നമ്മളെ ശുശ്രൂഷിക്കണം എന്നുള്ള മനോഭാവം നമുക്കുണ്ടാകുന്നതിന് പകരം നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, ശുശ്രൂഷിക്കപ്പെടണം എന്നുള്ളതിനേക്കാൾ അപ്പുറം ശുശ്രൂഷിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപക്ഷെ സഭയിൽ നമുക്കതൊക്കെ കുറച്ച് കാണിക്കാൻ പറ്റും. വന്നാൽ കസേര പിടിച്ചിരുന്നതും അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ നമുക്ക് വലിയ ശുശ്രൂഷകളായിട്ട് തോന്നാം. പക്ഷെ അതല്ല, ആവശ്യത്തിലിരിക്കുന്ന ഒരാൾക്ക് വേണ്ട സഹായം അപ്പോൾ കൊടുക്കുന്ന, അവിടെ വന്ന് നമ്മൾ ആരും കാണാത്ത ഇടങ്ങളിൽ രഹസ്യമായിട്ട് കൊടുക്കുന്ന ആ മനോഭാവം നമുക്കുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്വഭാവം എപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു സ്വഭാവമായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയണം. അത് നമുക്കുണ്ടോ എന്നുള്ളത്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളിൽ എപ്പോഴും ഉള്ളത്, മറ്റൊരാളെ സഹായിക്കാൻ. ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഈ വേദഭാഗത്തെ കുറിച്ച് ഇന്നത്തെ മെസ്സേജിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എൻ്റെ കുറവ് ഞാൻ കണ്ടു. എൻ്റെ കുറവെന്ന് വെച്ചാൽ നമ്മളൊരു പരിചയമില്ലാത്ത അപരിചിതനെ സഹായിക്കാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ
ദൈവം കാണിച്ചു. ഒരു അപരിചിതനോട് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, പക്ഷേ എപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് ഹെൽപ്പ് ചെയ്യാൻ തക്കണം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നി അതിൽ അത്രത്തോളം വളർന്നിട്ടില്ല. ചിലപ്പോൾ നമുക്ക് സഹായിക്കുമായിരിക്കും, പക്ഷേ ആ ഒരു മനോഭാവത്തോടെ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ തുടരാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം, എൻ്റെ ഒരു അനുഭവം തന്നെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പുള്ള കർത്താവ് കാണിച്ചു തന്നിട്ട് എന്നോട് ചോദിച്ചു, നീ ആയിരുന്നു ആ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന്. അതായത് ഞാൻ ഈ കഴിഞ്ഞ 25-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ, അതായത് ആദ്യം ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ആദ്യത്തെ യാത്ര, ഡിസ്ലൊക്കേഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞ് സ്ലിങ്ങിട്ടോട്ട് വരുമ്പോഴത്തേക്കുള്ള ആദ്യത്തെ യാത്രയിൽ ഞാൻ അന്ന് അവിടെ എറണാകുളത്തായിരുന്നു എനിക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് ഒരു പ്രായമുള്ള ആൾ, വലിയ പ്രായമില്ല, ഒരു 70-75 വയസ്സിന് താഴെ, 70-75 വയസ്സിന് ഇടയ്ക്ക് കാണും, പക്ഷെ ആരോഗ്യവാനായിട്ട് ഒരു മനുഷ്യൻ. അപ്പം ഞാൻ എറണാകുളത്ത് ഇറങ്ങാൻ നേരം എൻ്റെ ഇടത്തെ കൈ സ്ലിങ് ഇട്ടിട്ടുണ്ട്. ഞാൻ പെട്ടിയെടുത്ത് പോവുകയാണ്. പെട്ടിയെടുത്ത് എനിക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പുള്ളി അപ്പം എഴുന്നേറ്റ് എൻ്റെ നേരെ, ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത ബർത്തിലായിരുന്നു, താഴത്തെ ലോവർ ബർത്ത് ഞങ്ങൾ എൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുക. അപ്പോൾ പുള്ളി ഉണർന്ന് പുള്ളി കൊല്ലത്തിറങ്ങേണ്ട ആളാണ്. അപ്പോൾ പുള്ളി ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, ഒരു കൈ സ്ലിങ് അല്ലേ, മറ്റേ 2 ബാഗുണ്ട് എൻ്റെ ഒരു പെട്ടിയും, മറ്റേ 2 കൂടി എനിക്ക് വലിച്ചോട്ട് പോകാം, കുഴപ്പമില്ല, ട്രോളിയാണ്. എന്നാലും പുള്ളി പറഞ്ഞല്ല, എന്നാലും ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാം, വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് പുള്ളി അവിടെ വന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു. അപ്പോഴാണ് ഞങ്ങളൊരു വർത്താനം പോലും പറയുന്നത്. അതുവരെ ഞങ്ങൾ വേണ്ടി വരും, രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടും പെട്ടെന്ന് തന്നെ കിടന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് വർത്താനമൊന്നും പറഞ്ഞു. ചോദിച്ചപ്പം അദ്ദേഹം ഒരു കത്തോലിക്ക അച്ഛനാണ്, ഡോൺ ബോസ്കോ ആശ്രമത്തിലെ ഒരു സന്യാസി ഇതിൽപ്പെട്ട, പാരിഷൊന്നും ഇല്ലാത്ത. അപ്പോൾ അവിടെ ഡോൺ ബോസ്കോയ്ക്ക് അവർക്ക് പാരിഷില്ല, ചിലർക്ക് അവിടെ പോകും, അല്ല ചിലർക്ക് അവർ പോകുമെന്ന് പറഞ്ഞു. അവർ പുള്ളി നമ്മുടെ വീടിൻ്റെ അടുത്ത് മംഗലം പള്ളിയിൽ കുറേ നാൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെന്ന്. അത് ഞങ്ങൾ വർത്താനം പറഞ്ഞു, കുറച്ച് നേരം വർത്താനം പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ പുറയിൽ തന്നെ ഉള്ളൊരു പള്ളിയിൽ കുറേ നാൾ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. 70 വയസ്സിന് മേലുള്ള ഒരാളാണ്. ഞാൻ ഇന്ന് രാവിലെ ദൈവാത്മാവിനോട് ചോദിച്ചു, നീ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യുമോ അങ്ങനെ ഉറക്കത്തിൽ കിടന്ന് എഴുന്നേറ്റ് കൊല്ലത്തിറങ്ങേണ്ട ഞാൻ എഴുന്നേറ്റ് ഞാൻ വന്ന് പെട്ടി തരാമെന്ന് പറഞ്ഞ് ചെയ്യുമായിരുന്നു എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ലായിരുന്നു. ശരി, ചിലപ്പോൾ ചെയ്യുമായിരിക്കും, ഞാൻ എനിക്ക് ഉറപ്പില്ല ഞാൻ എഴുതേക്കില്ല എന്നുള്ളത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, ശുശ്രൂഷിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നും നമ്മളിൽ എപ്പോഴും സ്വഭാവമായിട്ടുണ്ടെങ്കിൽ എവിടെ കണ്ടാലും നമ്മൾ എഴുന്നേൽക്കും, എവിടെ കണ്ടാലും ആരെയും സഹായിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവും. അത് പരിശോധിക്കുന്നത്. നമ്മളല്ലാതെ നമ്മളിവിടെ കാണുന്നത് എല്ലാവരും കാണുന്ന ഒരു വലിയ ആളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിക്കുന്നതല്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന ആ ഒരു സഹായമൊന്നുമല്ല, രഹസ്യത്തിൽ ആരും കാണാത്തടുത്ത് നമ്മുടെ മുമ്പിൽ ഒരു കാര്യം വരുമ്പോൾ അയാളെ സഹായിക്കാൻ നമുക്കുള്ള മനോഭാവം എന്താണെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ദിവസം നമുക്ക് നമ്മളെ പരിശോധിക്കാം. ഇനിയും വേറെ ഇതുപോലെയുള്ള വേറെ താഴ്മയുള്ളവനായാൽ എല്ലാവർക്കും വചനപരിജ്ഞാനം അതന്നെ എടുക്കാം. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാവുന്നു. മത്തായി 11:29-30 വാക്യങ്ങൾ. അവിടെ ഇംഗ്ലീഷിൽ ഞാനിങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇംഗ്ലീഷിൽ അങ്ങനെ ഉണ്ടെന്നാണ്. ഹാർട്ടൊന്നുമല്ല കേട്ടോ. ഇംഗ്ലീഷിലും ഞാൻ ഏത് പ്രസംഗത്തിൽ കേട്ടോണ്ടാണെന്നോ ഞാനിങ്ങനെ എൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഹൃദയത്തിന്, അത് ഈ സൗമ്യതയും താഴ്മയും പുറമേ നമ്മൾക്ക് അല്ലാതെ ഈ ഹൃദയത്തിന്റെ മനോഭാവം, ഹാർട്ടൊന്നും ഇംഗ്ലീഷിലുണ്ട്, ഇവിടെ മലയാളത്തിൽ അതില്ല. ഞാൻ താഴ്മയുള്ളവനാണ്. അപ്പൊ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണെന്ന് വെറുതെ പറയുന്നതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ആ ട്രാൻസ്ലേഷൻ വരുമ്പോൾ. എന്താണ് ഞാൻ ഹൃദയത്തിൽ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. ഈ നമ്മുടെ സൗമ്യതയും താഴ്മയും ഒക്കെ ഹൃദയത്തിലല്ല, എവിടെയാ? പുറമെയാണ്. കാഴ്ചയിൽ ഒരുപാട് സൗമ്യതയും താഴ്മയും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കാണിക്കുന്ന ഒരുപാട് സൗമ്യതയും താഴ്മയുണ്ട്. പക്ഷെ ഹൃദയത്തിൽ കർത്താവിൻ്റെ നമ്മൾ കർത്താവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സൗമ്യത ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു മനോഭാവമായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം അതിൻ്റെ വെളിവാക്കുന്ന കാര്യങ്ങൾ മാതൃകയായിട്ട് കർത്താവ് പറഞ്ഞു ഞാൻ സൗമ്യതയുള്ളവനാകുന്നുണ്ട്. എന്താ ചെയ്തെന്നാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ കർത്താവ് സൗമ്യതയെക്കുറിച്ച് പത്രോസ് പറയുന്നത് എന്താ? വാ തുറന്നില്ല, ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെ, അതായിരുന്നു സൗമ്യത വെളിവാക്കിയത് കർത്താവ്. അതാണ് നമ്മൾ കാണേണ്ടത്. അത് ഹൃദയത്തിൽ നിന്നുള്ള സൗമ്യതയാണ്. ഹൃദയത്തിൽ പുറമേയുള്ള സൗമ്യത ഉള്ളവർക്ക് അത് പറ്റത്തില്ല. ശകാരിച്ച തിരിച്ച് പറഞ്ഞിരിക്കും,
എപ്പോഴെങ്കിലും, ഉടനെ പറഞ്ഞില്ലെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞെങ്കിലും എവിടെയെങ്കിലും ഒരു പോയിന്റ് ഒന്ന് കുത്തി ജയിച്ചേ പോവുള്ളൂ. അതിനൊക്കെ നമ്മൾ ഭയങ്കര മിടുക്കരാണ്, ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഉടനെ മറുപടി ഒന്നും പറഞ്ഞില്ലേലും പിന്നെ സൗകര്യം കിട്ടുന്ന പോലെ ഒരു കുത്തുവാക്ക്. അങ്ങനെയുള്ള മിടുക്കന്മാരും മിടുക്കികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. മിടുക്കികളും ഉണ്ട്, മിടുക്കന്മാരും ആണുങ്ങൾ മാത്രമല്ല, സ്ത്രീ സഹോദരിമാരെ കുറിച്ചും ഞാൻ സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ഡയലോഗിൽ ഒരു ചെറിയൊരു ഒരു കുത്ത് എന്നോട് തന്നെ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഒന്ന് അതെന്തുകൊണ്ടാണ് വരുന്നത്? ഹൃദയത്തിൽ സൗമ്യതയില്ലാത്തതുകൊണ്ടാണ്. തിരിച്ചു അപ്പം പറയത്തില്ല. ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതായിരിക്കും, ആ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന എപ്പോഴെങ്കിലും ഒന്ന് ഞാൻ അല്ലാതെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്ക് അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള കഴിവ് എല്ലാവർക്കും എന്നല്ല, പലർക്കും ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലർക്കും ഉള്ളതിൻ്റെ ആ ഒരു മിടുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആ ബുദ്ധി, നല്ല ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല, ആ ക്ലവർനെസ്, ബുദ്ധിയേക്കാൾ കൂടുതൽ അതിൻ്റെ സാമർഥ്യം, അത് ദൈവികമാണോ എന്നുള്ളത് പരിശോധിക്കണം. എന്നാൽ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ സൗമ്യത ഹൃദയത്തിൻ്റെ മനോഭാവമായിരുന്നു. എന്ത് കഷ്ടതയിലേക്ക് പോകുമ്പോഴും മിണ്ടാതെ നിന്നതായിരുന്നു. ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ട് ശകാരിച്ചതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇത് തെറ്റൊന്നും ഇല്ലാതെ ശകാരിച്ചാൽ പോലും ശകാരിക്കരുത്. തെറ്റ് ചെയ്യാത്ത കർത്താവിനെ ശകാരിച്ചപ്പോഴത്തെ കാര്യം നമ്മൾ ശകാരം കേൾക്കാൻ ചിലപ്പോൾ ശകാരം കേൾക്കേണ്ടവരായിട്ട് കേട്ടിട്ട് പോലും അത് സ്വീകരിക്കാനായിട്ട് മനസ്സില്ലാത്തപ്പോൾ പിന്നെ സൗമ്യതയെക്കുറിച്ച് എന്താ പറയേണ്ടത്? തെറ്റ് ചെയ്തിട്ട് നമ്മളെ ശാസിക്കുന്നതിന് പോലും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെ സൗമ്യതയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി മൂന്നാമതൊരെണ്ണം, ഇപ്പൊ 3 കണ്ടു, ഇനി ഒരു 2 കൂടെ. ഇത് 3 ഞാൻ എഴുതി വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി വേറെ 2 കൂടെ. കർത്താവിന്റെ വാക്കുകളിൽ അല്ലെങ്കിൽ അല്ലാതെ ഉണ്ട്, അല്ലാതെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ സ്നേഹമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു, സ്നേഹത്തിൽ വസിച്ച് കൽപ്പനയുടെ പ്രകാരം. അപ്പൊ സ്നേഹത്തിന്റെ ഇതിനകത്ത് വന്നു. അതല്ലാതെ വേറെ ഒരു കാര്യം. ഇനിയിപ്പം കർത്താവിന്റെ വാക്കുകൾ നോക്കണ്ട, അത് ഒരു ക്ലൂ തരാം. അത് കൊലോസ്യർ 3, അത് തന്നെ അത് കൊലോസ്യർ 3. ഇനി കർത്താവിന്റെ വാക്കുകൾ അല്ലാതെ കൊലോസ്യർ 3, അത് എഫെസ്യർ തന്നെയുണ്ട് അല്ലേ? എഫെസ്യർ 4 അതേ സെയിം വാക്യം. എഫെസ്യർ 4 ഉണ്ട്, കൊലോസ്യർ 3 ഉണ്ട്, ഒരേ വാക്യം തന്നെ. കൊലോസ്യർ 3:13 അന്യോന്യം ക്ഷമിക്കുക, സഹിക്കുക, ചെയ്യുവിൻ എന്നാണ്. ഒരാൾക്ക് ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുകയും. അവിടെ വീണ്ടും കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുകയും. അത് 13 അല്ല 3:13 ഇപ്പൊ വായിച്ചത്. എഫെസ്യർ 4:32 അത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും. ഇത് ഇന്നലെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരുടെ വിവാഹ ജീവിതത്തിൽ പ്രധാനമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറവുകളും കുറ്റങ്ങളെയും കാണും. നമ്മൾ പരസ്പരം പല കുറവുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ ഇല്ലാത്തവരല്ല. നമ്മുടെ ആ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. അവിടെ ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ, ആ ക്രിസ്തു നമ്മളോട് ക്ഷമിക്കുക എന്ന് ആ ക്ഷമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തായിരുന്നു? കർത്താവ് നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇനി ഞാൻ ഈ കാര്യങ്ങൾ ഓർക്കയില്ല. അതാണ് നമ്മുടെ ടെസ്റ്റ്. നമ്മൾ വാസ്തവത്തിൽ ക്രിസ്തു ക്ഷമിച്ചതുപോലെയാണോ ക്ഷമിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവതാണ്. പിന്നെ അത് ഓർക്കയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അത് വരത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ കാര്യം ഉണ്ടാകത്തില്ല.
സാക്ഷിയുടെ ഒരു പ്രസംഗത്തിൽ ഒരു ഉദാഹരണം ബ്രദറിൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്ന ബ്രദർ പറഞ്ഞു ഈ കാര്യം തന്നെ. ഇങ്ങനെ ഒരാളൊരു തെറ്റ് ചെയ്തു, അയാളോട് ക്ഷമിച്ചു എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ആ മനുഷ്യന് എന്തോ ഒരു കഷ്ടത വന്നു. ആ കഷ്ടത വന്നപ്പോഴത്തേക്ക് ബ്രദറിൻ്റെ മനസ്സിലൊരു ചെറിയ അവനത് ശരിക്കും അവൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് എന്നൊരു അന്ന് ദൈവാത്മാവ് ബ്രദറിനോട് സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ബ്രദറിനോട് ദൈവാത്മാവ് സംസാരിച്ചു, നീ ക്ഷമിച്ചു എന്ന് പറയുന്നത് ശരിക്കും ക്ഷമിച്ചിട്ടില്ല. ക്ഷമിച്ചിരുന്നുവെങ്കിൽ നിനക്കിപ്പോൾ അവന് ആ ഒരു കഷ്ടത വന്നപ്പോൾ ചെറിയ സന്തോഷം മനസ്സിൽ തോന്നുകയില്ലായിരുന്നു എന്ന്. ജോർജ് ബ്രദർ ഒരു കഥ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഓർക്കുന്നുണ്ട്? ഒരു അമ്മച്ചിയുടെ കഥ, ക്ഷമിക്കുന്നതിനെ സിസ്റ്റർ ഓർക്കുന്നുണ്ട്? കുറേ വർഷം, അതായത് ഏതോ ഒരു സ്ഥലത്ത്, അത് ആരെയാ ഒന്നുകൂടെ പറയാം. അതായത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എന്നാലും ബ്രദർ പറഞ്ഞത് 50 വർഷം 60 വർഷം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അവരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവരെ ആദരിക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചു കൂട്ടി. അപ്പം ആദരിക്കാൻ വിളിച്ചു കൂട്ടിയപ്പോൾ അവരുടെ അപ്പച്ചനെ അമ്മച്ചിയും കൂടെ വിളിച്ച് അതിങ്ങനെ ആദരിക്കുകയാണ്. 50ാം വിവാഹ വാർഷികത്തിൽ ആഘോഷിക്കുമ്പോൾ ഈ അമ്മച്ചി ഇപ്പോഴും വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആരാണ്ട് ചോദിച്ചപ്പം വിഷമമുണ്ടോ? എന്തോ എനിക്കതിപ്പോൾ ഓർക്കുന്ന കഥ, എന്നെ വിഷമിച്ചിരിക്കുന്നുണ്ട്, വിഷമമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉണ്ട്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചയിൽ പിന്നെ അതല്ല എന്തോ ഒരു കാര്യം മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ വേണ്ട ചെയ്തോണ്ട് വന്നില്ലെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം അന്ന് ഞാനത് ചോദിച്ചത് എനിക്ക് കൊണ്ടു തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടെന്ന് അങ്ങനെ പറഞ്ഞ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചിരി വരുന്നുണ്ടെങ്കിലും സത്യസന്ധമായിട്ടൊന്ന് പരിശോധിക്കും, മനസ്സിലേക്ക് നമ്മൾ ചിന്തിക്കണം. ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ മറന്നു കളയുന്ന കർത്താവിൻ്റെ ക്ഷമ, അതാണോ നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളോട് നമുക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നമ്മളോട് തെറ്റ് ചെയ്ത ആളോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത ആളോട് നമ്മൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ആ ക്ഷമിക്കുന്നത് ഇപ്രകാരമാണോ, ഞാൻ ഇനി അത് ഓർക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അതേ ആറ്റിറ്റ്യൂഡിൽ അതേ മനോഭാവത്തിൽ നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മറക്കുകയാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അയാൾക്ക് പിന്നെ ഒരു പ്രയാസം വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരത്തില്ല. നമ്മുടെ മനസ്സിൽ സന്തോഷം വരുന്നെങ്കിൽ എല്ലാവർക്കും നമ്മൾ അയാളോട് ക്ഷമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ടെസ്റ്റാണ്, പരിശോധിക്കാൻ. വേറെ ഇനി ഒന്നുകൂടെ ഒരു 5ാമത് ഒന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. അതെ റോമർ 15:7 അത് ഇന്നലെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ വാക്യം വായിച്ചായിരുന്നു. അത് കൂടുതലും ദാമ്പത്യ ജീവിതത്തിലാണ് ഇതിൻ്റെ ഒന്നാമത് ഇത് പ്രായോഗികമാകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ തന്നെയാണ്. എന്താണ് റോമർ 15:7? ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുകയും. ഇത് എല്ലാവരോടുള്ള മനോഭാവം അങ്ങനെ ആയിരിക്കണമെന്നുള്ളപ്പോൾ തന്നെ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ജീവിത പങ്കാളിയാണ് നമ്മൾക്ക് ആദ്യം. അന്യോന്യം എന്ന് പറയുമ്പോൾ ആദ്യം ആരോടാണ് ഉണ്ടാകേണ്ടത്? ആദ്യം നമ്മുടെ ജീവിത പങ്കാളികളോടാണ്. ജീവിത പങ്കാളിയെ അതിൻ്റെ എല്ലാ കുറവുകളോടും കൂടി, എല്ലാ ബലഹീനതയോടും കൂടി, എല്ലാ പോരായ്മകളോടും കൂടി ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടത്. കഴിയണമെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം അതായിരുന്നു. ക്രിസ്തു നമ്മളെ എങ്ങനെ കൈക്കൊണ്ടു? അതാണ് ക്രിസ്തുവിന്റെ സ്വഭാവം. എന്താണ്? കുറവ് നോക്കാതെ, പോരായ്മ നോക്കാതെ നമ്മളെ സ്വീകരിച്ചു. അതുപോലെ നമുക്ക് തമ്മിൽ സ്വീകരിക്കാൻ കഴിയണം. ഒന്നാമത് നമ്മുടെ വീട്ടിൽ, ആദ്യം നമ്മുടെ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് കർത്താവ് നമ്മളെ സ്വീകരിച്ചതുപോലെ കർത്താവിൻ്റെ സ്വഭാവത്തോടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. പരിശോധിക്കണം അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഞാനത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശോധിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് നമ്മൾ പരിശോധിച്ച് അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു പോകാനല്ല. നമുക്കിന്ന് ദൈവസന്നിധിയിൽ തുടങ്ങാം പ്രിയമുള്ളവരെ. ഇത് പ്രാഥമികമായിട്ട് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടാണ്. ക്രിസ്തീയ ഭവനങ്ങളിൽ ഈ കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ എവിടെ നടക്കും? പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്താണ് ഇന്ന് അനേക കുടുംബങ്ങളും പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം സ്വീകരിക്കുന്നില്ല. അന്യോന്യം സ്വീകരിക്കാന്നല്ലേ ഇവിടെ വാക്ക്? സ്വീകരിക്കാന്നല്ലേ വാക്ക്? അന്യോന്യം കൈക്കൊള്ളുക. എൻ്റെ ട്രാൻസ്ലേഷൻ സ്വീകരിക്കുക എന്നാണ്. അന്യോന്യം കൈക്കൊള്ളുന്നില്ല.
അതിൻ്റെ അർത്ഥം എന്താ? പരസ്പരം അന്യോന്യം സ്വീകരിക്കാതെ എങ്ങനെ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോകും? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം ഇവരുടെ ഇന്നലെ കല്യാണം കഴിഞ്ഞു, അവര് നമ്മളങ്ങ് പ്രതീക്ഷിക്കുന്ന, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് ഏറ്റു പറഞ്ഞപ്പോഴത്തേക്ക് സ്വീകരിച്ചു എന്ന് നമ്മളങ്ങ്. പക്ഷെ ആരാ സ്വീകരിക്കും? അവര് തമ്മിൽ അതിന്റെ അറിയുന്ന ആരാ? വാസ്തവത്തിൽ സ്വീകരിച്ചിട്ടോ ഇല്ലെന്നുള്ള അവരേ അറിയുന്നുള്ളൂ. അതുപോലെ ഓരോ കുടുംബങ്ങളിലും ഭാര്യ-ഭർത്താക്കന്മാർ അവർ മാത്രം അറിയുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. സ്വീകരിക്കണം. സ്വീകരിച്ചില്ല എങ്കിൽ ദൈവവചനത്തിന് കർത്താവിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണെന്ന് ഓർക്കണം. നമ്മൾ ദൈവസ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു പറയുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഇങ്ങനെ ആയിരിക്കുന്ന പോലെ നിങ്ങൾ ആകണമെന്ന് പറഞ്ഞതിൽ ഒരു കാര്യമാണ് അവസാനമായിട്ട് ഇപ്പൊ 5-ാമതായിട്ട് പറഞ്ഞ കാര്യം. അതെ, യേശുവിന്റെ സ്വഭാവത്തിൽ അതുണ്ടായിരുന്നു. യേശു നമ്മളെ അങ്ങനെ സ്വീകരിച്ചു. അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കണം. അപ്പോൾ കുടുംബജീവിതം സന്തോഷമുള്ളതാവും. എന്ന് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോടും അതുപോലെ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലോ, ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ എല്ലാവരോടും കാണിക്കുന്നവരാണെങ്കിലോ അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നത്, ദൈവനാമം മഹത്വപ്പെടും. ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവനാമം മഹത്വപ്പെടും. തീർച്ചയായിട്ടും ദൈവനാമം മഹത്വപ്പെടും. പ്രിയമുള്ളവരെ, വളരെ സമയം നീണ്ടുപോയി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഇന്ന് കേട്ട ദൈവവചനം ധാരാളമായിട്ടും മതിയാവും. യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച് ഇനി ഒരുപാട് വാക്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണാം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ കാണും, ഒരുപാട് സ്വഭാവം. പക്ഷെ നമ്മളിന്ന് ചിന്തിച്ച ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വേഗത്തിൽ നോക്കാം. സ്നേഹം, ക്ഷമ, സൗമ്യത, ശുശ്രൂഷിക്കുന്നുള്ള മനോഭാവം, അവസാനം പറഞ്ഞെന്താ? കൈക്കൊള്ളുക. ഈ കാര്യങ്ങളിൽ തന്നെ എത്രത്തോളം യേശുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം നമ്മളെ നമ്മുടെ കുറവുകളെ കാണിച്ചിരും. ഇത് ഇന്നൊരു ദിവസത്തേക്കല്ല, ഇന്നൊരു തുടക്കമാകട്ടെ. ഇന്ന് നമുക്ക് യഥാസ്ഥാനപ്പെട്ട് തുടങ്ങാം. നമുക്ക് എല്ലാ ദിവസവും ഈ കാര്യങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുഭവപ്പെടണമെന്നുള്ളത് നിർബന്ധമായ ദൈവകൽപ്പനയായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തോട് ഓരോ ദിവസവും അനുഭവപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളത് ദൈവകൽപ്പനയായിരിക്കില്ലേ. നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അത് നടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം. അതുതന്നെ നമുക്കത് ഓരോ ദിവസവും അത് ഒരുപാട് യേശുവിൻ്റെ സ്വഭാവത്തോട് വളരുവാനുള്ള ഒരു മേഖലകളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കതിൽ വളരാം. ഇന്ന് നമ്മുടെ അവസ്ഥ കുറിച്ച് നമുക്ക് നിരാശപ്പെടുകയല്ല വേണ്ടത്. സത്യസന്ധതയുള്ളവരായ മതി. ഞാൻ വീണ്ടും എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്ക് ഏറ്റവും വിഷമം അതാണ്. നമ്മൾ സത്യസന്ധത ഇല്ലാത്തവരായി പോകുന്നു. കേട്ടിട്ട് സത്യത്തെ സ്നേഹിക്കാത്തവരായി പോകുന്നു. നമ്മൾ സത്യസന്ധതയുള്ളവരായ മതി. നമ്മുടെ അവസ്ഥ ഇതാണെന്ന് നമ്മൾ സമ്മതിച്ചാൽ മതി. നമ്മുടെ കുറവ് ഇതാണെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ മതി. എന്നോട് പറയല്ല, ദൈവസന്നിധിയിൽ പറഞ്ഞാൽ മതി. പക്ഷെ അതുപോലും പറയാത്തത് കൊണ്ട് അവർ നേരത്തെ നമ്മൾ തെസ്സലോനിക്കയിലെ പറയുന്ന പോലെ ആ ഒരു തെറ്റായ ഒരു ഇലൂഷൻ, മിഥ്യാബോധത്തിൽ അവരങ്ങനെ പോവുകയാണ് പലരും. പ്രിയമുള്ളവരെ, വേറൊന്നും വേണ്ട. നമ്മൾക്ക് സത്യസന്ധതയുള്ളവരായ മതി. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ, പച്ചയായിട്ട് പറയുമ്പോൾ, നമുക്കത് ഞാനിങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മൾ അതിനെ കേട്ടു അറിവ് മാത്രമായിട്ട് അങ്ങ് പോയാൽ, ഒരു പരിശോധനയില്ലാതെ, ഒരു ആത്മപരിശോധനയില്ലാതെ, ആ ആത്മപരിശോധനയെ തുടർന്നൊരു ഏറ്റുപറച്ചിലും ശുദ്ധീകരണവും ഇല്ലാതെ പോയാൽ നമ്മുടെ ഈ വചനങ്ങളിൽ ഒരു പ്രയോജനമില്ലാതായിത്തീരും. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു ആരംഭമായിട്ട് നമുക്ക് ഈ ദിവസത്തെ മാറ്റാം. ശോധന ചെയ്ത് യോഗ്യമായിട്ട് നമുക്ക് ഈ കർത്തവ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കാം.